അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഇനി ജിൻഡോയും കോൺഗ്രസ് പാർട്ടിയും EVM കുറ്റം പറയില്ലല്ലോ. EVM ഹാക്ക് ചെയ്തു, EVM അത് ചെയ്തു, EVM ഇനി ബാലറ്റ് പേപ്പറിലേക്ക് പോകണമെന്നുള്ള പരാതികളൊന്നും ഉണ്ടാകുകയില്ല. ഇപ്പം EVM പെർഫെക്റ്റ് ആയല്ലോ. അങ്ങനെ ഒരു തർക്കം തീർന്നു കിട്ടിയല്ലോ ഇന്ത്യയിലെ ജനതയ്ക്ക്. ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ വിജയത്തിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടാകും, ചില പരാജയങ്ങളുണ്ടാകും. ആ പരാജയങ്ങളിൽ നിന്ന് ഞങ്ങൾ പാഠം പഠിക്കും. ഞങ്ങൾ എന്താണെങ്കിലും അടുത്ത 5 വർഷവും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും. 3ാം വട്ടം ഇന്ത്യയെ ഭരിക്കുക. 10 വർഷത്തിന് ശേഷവും ഇത്രയും എതിർപ്പുകൾ, അതിശക്തമായ എതിർപ്പുകൾ ഉണ്ടാകുമ്പോഴും, രാഷ്ട്രീയപരമായി ഉള്ള എതിർപ്പുകൾ ഉണ്ടാകുമ്പോഴും ഞങ്ങളുടെ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയെന്ന് പറയുന്നത് ചെറിയ കാര്യമായി ഞങ്ങൾ കാണുന്നില്ല. അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. 3ാം വട്ടവും ഭരണ തുടർച്ച ഇന്ത്യയിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യം ശരിയാണ്. ചെറിയ കാര്യമല്ല. ശ്രീ നാരായണൻ നമ്പൂതിരി, നിങ്ങളൊരു വല്ലാത്ത സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നല്ലോ. ബി.ജെ.പിയുടെ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കുന്നതിന് മറ്റാരോടും കൺസൾട്ട് ചെയ്യേണ്ടതില്ല എന്നൊരു വല്ലാത്തതരം സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ കാര്യം പറഞ്ഞാൽ JDU നിങ്ങളുടെ കൂടെയുള്ള കക്ഷിയാണ്. JDU-ന് പക്ഷേ ഞങ്ങൾ ഒരു മന്ത്രിസ്ഥാനമേ തരുള്ളൂ എന്ന് നിങ്ങൾ തീർത്തു പറഞ്ഞില്ലേ? 2 വേണമെന്ന് ചോദിച്ചു, കൊടുത്തില്ലല്ലോ. അതിൻ്റെ പേരിൽ അദ്ദേഹം JDU മാറി നിൽക്കേണ്ടി വന്നു. കാരണം നിങ്ങളൊരു തീരുമാനവും നിങ്ങളൊരു പവർ കാണിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ മുന്നണിയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അല്ലാതെ മുന്നണിയെ ജനാധിപത്യപരമായി എല്ലാവരെയും കൺസൾട്ട് ചെയ്യുക, എല്ലാവർക്കും തുല്യമായ സ്പേസ് കൊടുക്കുക, അങ്ങനെയൊന്നും ഉണ്ടായില്ല. അവിടെ നടക്കുന്ന നയപരമായ തീരുമാനങ്ങൾ മുന്നണി പാർട്ടികളോട് കൺസൾട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ കശ്മീരിന്റെ 370 കാര്യമായാലും മറ്റു പല ബില്ലുകളുടെ കാര്യമായാലും ഡിമോണിറ്റൈസേഷൻ ആയാലും നിങ്ങൾ മുന്നണിയിൽ നിന്നും കൺസൾട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇത്തവണ അങ്ങനല്ല. അങ്ങനെ ഒറ്റയ്ക്ക് നിങ്ങളുടെ ഹിന്ദുത്വ അജണ്ട, നിങ്ങളുടെ ഹിന്ദുത്വ സാംസ്കാരികത, അതിന്റെ പേരിലുള്ള നയപരിപാടികൾ നടപ്പിലാക്കാൻ പറ്റും. അതായത് മുസ്ലിങ്ങൾക്ക് സംവരണം ഞങ്ങൾ കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുന്ന ചന്ദ്രബാബു നായിഡുവിനോട് ചോദിക്കാതെ, അല്ല, മുസ്ലിങ്ങൾക്ക് ഞങ്ങൾ സംവരണം കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുന്ന, അത് പ്രകടന പത്രികയിൽ എഴുതി വെച്ചിട്ടുള്ള, അങ്ങനെ വിജയിച്ച ചന്ദ്രബാബു നായിഡുവിനോട് ചോദിക്കാതെ നിങ്ങൾക്ക് ഇനി ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ പറ്റുമോ? അല്ല, മറിച്ചാണെങ്കിൽ പറ്റുമായിരുന്നു, ഞങ്ങൾ മുസ്ലിങ്ങൾക്കൊന്നും കൊടുക്കില്ല എന്ന് പറയാറുണ്ട്. ഇനി അത് പറ്റുമോ? ഇതിന്റെ അകത്ത് അല്ല, ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായി ഞങ്ങളുടെ സീറ്റ് കുറഞ്ഞു. ഞങ്ങൾ അതനുസരിച്ച് ഉള്ള സ്ട്രാറ്റജി എടുക്കും. അതൊരു പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ. ഞങ്ങൾ ഒരു അജണ്ട വെച്ച്, ഒരു പ്രകടന പത്രിക വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ഞങ്ങൾക്ക് ഇന്ത്യയിലെ ജനത ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം തരുന്നു. ഞങ്ങൾ ആ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമാണല്ലോ അത്. ഇപ്പോൾ ഒരു കോമൺ അജണ്ട വേണമോ? കോമൺ അജണ്ട ഇപ്പോൾ സ്വാഭാവികമായി പ്രകടന പത്രിക BJP-യുടേതാണ്, NDA-യുടേതല്ല. നാരായണ നമ്പൂതിരി അത് മറക്കരുത്. അങ്ങനെയാണ്. പ്രകടന പത്രിക NDA-യുടേതല്ല, BJP-യുടേതാണ്. ഏതാണ്? ഈ 2024-ലും 2019-ലും എല്ലാം BJP പ്രകടന പത്രിക, BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഞാനൊന്ന് പറയട്ടെ സ്നേഹിത, BJP-യുടെ പ്രകടന പത്രിക വെച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇനിയിപ്പം മുന്നണി സംവിധാനമാകുമ്പോൾ മുന്നണികളുടെ ഒരു കോമൺ പ്രകടന പത്രിക ഉണ്ടാകും, യോജിച്ച ഒരു ധാരണയുണ്ടാകും, എന്ത് ചെയ്യുമെന്നുള്ള വീക്ഷണപത്രം ഉണ്ടാകും. മറ്റേത് 2014-ലും 2019-ലും ഞങ്ങളുടെ പ്രകടന പത്രിക മുന്നിൽ വെച്ചുകൊണ്ടാണ് മത്സരിച്ചത്. കോംപ്രമൈസ് പൊസിഷനിലേക്ക് BJP നരേന്ദ്രമോദിയും അമിത്ഷായും എത്തിയെന്നെങ്കിലും നിങ്ങൾ സമ്മതിക്കുക. അങ്ങനെ നേരെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ മടങ്ങി വരാം. ഡോക്ടർ ജിൻഡോ, എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.